നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും, വീട്, സമ്പത്ത്, വാഹനം, വിവാഹം തുടങ്ങി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എന്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹങ്ങൾ ഏറ്റവും വേഗത്തിൽ സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന 6 സൂറത്തുകളെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ 6 സൂറത്തുകൾ ഒന്നിച്ചു ഓതണമെന്നല്ല, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾ ഈ വീഡിയോ കേട്ട് അതിൽ പറയുന്ന എണ്ണം മനസ്സിലാക്കി, പറയുന്ന സമയം മനസ്സിലാക്കി ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഉറപ്പ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വീഡിയോ കണ്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും തീർത്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാ സമയങ്ങളിലും ദുആകളിൽ ഉൾപ്പെടുത്താറുണ്ട് എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റായി രേഖപ്പെടുത്തണം. വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ആളുകളെ പല സമയങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ പലരും വലിയ സന്തോഷങ്ങൾ അറിയിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞു തന്ന ഇസ്മുകൾ, ദിക്റുകൾ ഞാൻ ചൊല്ലാറുണ്ട് എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് എന്ന് പറയുന്നവരുണ്ട്. വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് പറയുന്നത് 6 സൂറത്തുകളെ സംബന്ധിച്ചാണ്. നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹമാണെങ്കിലും, ദുനിയവിയും ഉഖ്റവിയുമായ ഏത് ആഗ്രഹമാണെങ്കിലും, ആ ആഗ്രഹം നമുക്ക് പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചെടുക്കണം എന്ന മോഹമുണ്ടെങ്കിൽ ഇനി പറയുന്ന 6 സൂറത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആ 6 സൂറത്തുകൾ ഇനി പറയുന്ന എണ്ണം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഓതാൻ തയ്യാറാണോ? എന്നാൽ നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞ സൂറത്തുകളാണ് ഇനി പറയുന്ന സൂറത്തുകൾ. മാത്രവുമല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നമുക്കിതിന്റെ ഫലങ്ങൾ കാണാൻ കഴിയുകയും ചെയ്യും. ആ 6 സൂറത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് വിശുദ്ധ ഖുർആനിലെ 11ാമത്തെ സൂറത്ത്, സൂറത്തു ഹൂദ്. ആ സൂറത്തു ഹൂദ് 13 തവണയാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഒരാൾ സൂറത്തുൽ ഹൂദ് 13 തവണ പാരായണം ചെയ്ത് കഴിഞ്ഞ് അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അവൻ പ്രത്യേകമായി ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച്, മദ്ദുകളും ഷദ്ദുകളും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് സാവധാനം പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശകനായി വരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി, നല്ല അദബോടുകൂടി, അച്ചടക്കത്തോടുകൂടി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. നമുക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കണം. പക്ഷെ അതിന് ഖുർആൻ എങ്ങനെയെങ്കിലും 13 തവണ അങ്ങ് ഓതി തീർക്കണമെന്ന ചിന്തയില്ലാതെ നല്ല ഉദ്ദേശത്തോടുകൂടി നാം ഓതുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സാധിപ്പിച്ചു തരും. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൻ നജ്മാണ്. വിശുദ്ധ ഖുർആനിലെ 53ാമത്തെ സൂറത്ത്, സൂറത്തുൻ നജ്മ്. അത് ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൻ നജ്മ്. സൂറത്തുൻ നജ്മ് 21 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. സൂറത്തുൻ നജ്മ് 21 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്യുക. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നമുക്ക് സമ്പത്ത് വേണം, ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് വേണം, നല്ല ജോലി വേണം, ബിസിനസ്സുകൾ വേണം, അതുപോലെ തന്നെ നല്ല വീട് വേണം, നമുക്ക് യാത്രക്ക് അനുയോജ്യമായിരിക്കുന്ന ഒരു വാഹനം വേണം, നല്ല ഇണയെ കിട്ടണം.
ഇങ്ങനെ തുടങ്ങിയിട്ട് ദുനിയവിയും ഉഖ്റവിയുമായ ഒരുപാട് ആഗ്രഹങ്ങൾ. ഖബറിലെ ജീവിതം റാഹത്താകണം, മഹ്ശറയിൽ രക്ഷപ്പെടണം, സ്വർഗം ലഭിക്കണം തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാൻ ഈ സൂറത്തുകളെ കൊണ്ട് നമുക്ക് കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു സൂറത്താണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ അതുപോലെ തന്നെ സൂറത്തു സ്വാഫാത്ത്, യാസീന്റെ തൊട്ടടുത്തുള്ള സൂറത്താണല്ലോ സൂറത്തു സ്വാഫാത്ത്. ഈ രണ്ട് സൂറത്തുകളും വെള്ളിയാഴ്ച നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആഗ്രഹം നിങ്ങൾ ചോദിച്ചാൽ ദുനിയവിയും ഉഖ്റവിയുമായ നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം അല്ലാഹു തആല സാധിപ്പിച്ചു തരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. സൂറത്തു യാസീനും തൊട്ടടുത്ത സൂറത്തായ സൂറത്തു സ്വാഫാത്തും കൂടി നിങ്ങൾ പാരായണം ചെയ്ത് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആലയോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. ഇപ്പോൾ 4 സൂറത്തുകൾ പറഞ്ഞു കഴിഞ്ഞു. സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ നജ്മ്, സൂറത്തു യാസീൻ, സൂറത്തു സ്വാഫാത്ത്. 5ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫത്ഹ് ആണ്. സൂറത്തുൽ ഫത്ഹിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. മുമ്പൊരു വീഡിയോയിലൂടെ സൂറത്തുൽ ഫത്ഹിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് 21 തവണ ഒരാൾ പാരായണം ചെയ്താൽ അവനിക്ക് എല്ലാ മേഖലകളും അവനിക്ക് ഫത്ഹായി കിട്ടും, അവനിക്ക് തുറന്നു കിട്ടും. അവന്റെ വിജയത്തിനുള്ള കവാടങ്ങൾ അവനിക്ക് തുറന്നു തരും. സൂറത്തുൽ ഫത്ഹ് 21 തവണ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ 6ാമത്തെ സൂറത്ത് സൂറത്തുൽ ഇസ്റാ ആണ്. സൂറത്തുൽ ഇസ്റാ വിശുദ്ധ ഖുർആനിലെ 17ാമത്തെ സൂറത്ത്. കുറച്ച് വലിയ സൂറത്താണ് സൂറത്തുൽ ഇസ്റാ. ബനു ഇസ്രായീൽ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇസ്റാ. ആ സൂറത്തുൽ ഇസ്റാഇന് 13 തവണയാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഓതിയാൽ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇസ്റാ. അപ്പോൾ ഈ പറഞ്ഞ 6 സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്ത്, സൂറത്തു യാസീനും സൂറത്തു സ്വാഫാത്തും ഒരുമിച്ചാണ് ഓതേണ്ടത്. മറ്റുള്ള സൂറത്തുകളൊക്കെ ആ പറഞ്ഞ എണ്ണം കണക്കാക്കിയിട്ട് 1, 2, 3 ദിവസത്തിനുള്ളിൽ നാം ഓതി തീർത്ത് അല്ലാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല നമുക്ക് തീർത്തു തരും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചു തരും, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ, ആജിലായി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ ഈ പറയപ്പെട്ട സൂറത്തുകളെ പെട്ടെന്ന് തന്നെ ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അനുഭവിച്ചറിയാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റായി രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.